മുട്ടിൽ മരമുറിയിലെ വഞ്ചനാ കേസിൽ അഗസ്റ്റിൻ സഹോദരന്മാർ വീണ്ടും ഹാജരാകണമെന്ന് കോടതി. ഈ മാസം 18-ന് ഹാജരാകാനാണ് നിർദ്ദേശം. അന്ന് കുറ്റങ്ങൾ വായിച്ച് കേൾപ്പിക്കും. ഒന്നാം പ്രതി റോജി അഗസ്റ്റിൻ ഇന്ന് ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായി. വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനി, ഇന്നെന്താണ് കോടതിയിൽ സംഭവിച്ചത്? ടോമി, കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് മുട്ടിൽ മരമുറി കേസിൽ വഞ്ചനാ കേസ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഒരു വ്യാപാരിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന അദ്ദേഹമാണ് പരാതി നൽകിയിരിക്കുന്നത്. അത് കേസിന് ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് 2021 അതിൽ മരം മുറിച്ച് ഇവിടേക്ക് എത്തിക്കുമ്പോൾ പിന്നീട് ഈ വ്യാപാരിക്ക് ഇത് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് ഇത് അറിയില്ലായിരുന്നു. ഇത് അനധികൃതമായി ഇങ്ങനെ മുറിച്ചു കൊണ്ടുവന്ന മരമാണ് എന്നതടക്കമുള്ള കാര്യം അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ തന്നെ വഞ്ചിച്ചു എന്ന് കാണിച്ചുകൊണ്ടാണ് ഈ മലബാർ ടിമ്പേഴ്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഉടമയായ എം അലിയാർ അദ്ദേഹം ഈ പരാതി നൽകുകയും ചെയ്യുന്നത്. തുടർന്ന് ഇപ്പോൾ പോലീസ് കേസെടുക്കുകയും ഇവർക്ക് അതിൻ്റെ തുടർ നടപടികൾ എന്ന രീതിയിലേക്ക് ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ ഇവർക്ക് ഈ അഗസ്റ്റിൻ ബ്രദേഴ്സിന്, അതായത് ആൻഡോ അഗസ്റ്റിൻ, അതോടൊപ്പം തന്നെ ജോസൂട്ടി അഗസ്റ്റിൻ, റോജി അഗസ്റ്റിൻ, ഇവർക്ക് കോടതിയിൽ ഹാജരാകാനായിട്ട് നിർദ്ദേശം നൽകിയിട്ടും 2 തവണ അത്തരം നിർദ്ദേശങ്ങൾ വന്നിട്ട് അവർ ഹാജരായിരുന്നില്ല. തുടർന്നാണ് അതിലൊരു വാറണ്ട് എന്ന രീതിയിലേക്കെല്ലാം തന്നെ പോവുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസം ഈ സ്റ്റേഷനിൽ കീഴടങ്ങുകയും മജിസ്ട്രേറ്റ് കോടതിയുടെ പ്രകാരമുള്ള ജാമ്യം ഇവർക്ക് 2 പേർക്ക്, ആൻഡോ അഗസ്റ്റിനും ജോസൂട്ടി അഗസ്റ്റിനും ജാമ്യം അനുവദിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ ഹാജരാകാതിരുന്ന ഒന്നാം പ്രതി സ്ഥാനത്തുള്ള റോജി അഗസ്റ്റിനാണ് ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരായത്. പിന്നീട് അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുകയും എല്ലാം തന്നെ ചെയ്തു. കോടതി ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നത് 18-നാണ്. 18-ന് 3 പേരോടും ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 18-ന് ഇവർക്കെതിരെയുള്ള കുറ്റങ്ങളടക്കം കാര്യങ്ങൾ കോടതി അവരെ ധരിപ്പിക്കും, കോടതി അവരെ വായിച്ച് കേൾപ്പിക്കും. തുടർന്ന് മറ്റു നടപടികളിലേക്ക് നീങ്ങും. എന്നാൽ ഇത് ഇവരുടെ ഈ അഗസ്റ്റിൻ സഹോദരന്മാരുടെ ഒരു വാദം എന്ന് പറയുന്നത് ഇത് ഹൈക്കോടതി അടക്കം തെറ്റിദ്ധരിപ്പിച്ചാണ് ഇങ്ങനെയൊരു കേസ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നത്. കോടതി വരെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു, അങ്ങനെയാണ് ഈ കേസ് ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഇവർ വാദമുഖമായിട്ട് അവതരിപ്പിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ കേസിൽ മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റൊരു വഞ്ചനാ കേസിലാണ് ഈ തുടർ നടപടികളടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നത്. വൈകാതെ അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയും ചെയ്യും. 3 പേരും 18-ന് ഹാജരാകാൻ 3 പേരോടും ഹാജരാകാനായിട്ട് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ടോം. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. മുട്ടിൽ മരമുറിയിലെ വഞ്ചനാ കേസിൽ അഗസ്റ്റിൻ സഹോദരന്മാർ ഈ മാസം 18-ന് നേരിട്ട് വീണ്ടും ഹാജരാകാനാണ് കോടതി നിർദ്ദേശം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.